വിട പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ, ഇരുളടയുകയാണോ വീണയുടെ കൂടുകൾ, വിധിനെരി വേനൽ വിരഹമരുഭൂമിയിൽ ഓർമ്മകളുമായി തനിയെ അലയേ. വിട പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ, ഇരുളടയുകയാണോ വീണയുടെ കൂടുകൾ, വിധിയിലെ കലാലയങ്ങൾക്കിത് വേർപാടിന്റെ മാസമാണ്. സ്വപ്നങ്ങളുടെ 1000 നക്ഷത്രങ്ങൾ വിരിഞ്ഞ ആകാശത്തു നിന്നും അവർ എവിടേക്കോ മാഞ്ഞു പോവുകയാണ്. പോവരുതേ എന്ന് ആകാശം മനം നൊന്ത് പറയുമ്പോഴും സൂര്യന് പോവാതെ വയ്യല്ലോ. പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ പോകുന്നു. നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി. യാത്രയായി സൂര്യാങ്കുരം, ഏകയായി നീലാംബരം, ആർദ്രമാം സ്നേഹം തേടി നോവുമായി ആരോ പാടി. ക്യാമ്പസിലേക്ക് സൈൻ ഔട്ട് ചെയ്തു വരുമ്പോഴേ അറിഞ്ഞിരുന്നു കാലത്ത് നീട്ടിക്കൊണ്ടുപോകാൻ കയ്യിൽ ഒരു ഷോട്ട് കട്ടില്ലെന്ന്. ലോഗൌട്ട് ക്രൂരമായ ഒരു അനിവാര്യതയാണ്. പെൺകുട്ടിയുടെ പടം വെച്ച് വൈകൈഡിയുണ്ടാക്കി കൂട്ടുകാരനെ പറ്റിച്ച പോലെ കാലത്തെ കബളിപ്പിക്കാനാവില്ലല്ലോ. ഇന്നും ഓർക്കുന്നുവോ, വീണ്ടും ഓർക്കുന്നുവോ, അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. ഫ്രണ്ട്സുകളെ കൊണ്ട് സമ്പന്നമാണ് എൻ്റെ ജീവിതമെന്ന് അഹങ്കരിക്കുമ്പോഴും നീ അനാഥനാണെന്ന് മാർച്ച് ഓർമ്മിപ്പിക്കുന്നു. നെറ്റ് കണക്റ്റായില്ലെങ്കിൽ തീർന്നു പോകുന്നതാണടാ നിന്റെ ബന്ധങ്ങളെന്ന് കാലം വിളിച്ചു പറയുകയാണ്. ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ എന്നെ വിട്ടകന്നു, എവിടെയോ പോയി മറഞ്ഞു. നടന്നു നീങ്ങുമ്പോഴൊക്കെ പിന്നിൽ നിന്ന് ആരോ പിടിച്ചു വിളിക്കുന്നത് പോലെ. ഇല്ലടാ, അകലാനാവുന്നില്ല. നിങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാനേ ആവുന്നില്ല. ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എല്ലാം സഹിച്ചു നീ എന്റെ ദൂരെ മാറിയകന്നു നിന്നു. നടന്ന വഴി മറക്കും, ഈ ഇടനാഴി ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകും. കിട്ടുന്ന ജോലിയുടെ സ്റ്റാറ്റസ് അനുസരിച്ച് പേഴ്സണാലിറ്റി തന്നെ മാറിയേക്കാം. പക്ഷേ നിങ്ങൾ തന്ന സ്നേഹം മാത്രം കൂടൊഴിഞ്ഞു പോവില്ല. കടലോളം ആഴമുണ്ടായിരുന്നല്ലോടാ ആ സ്നേഹങ്ങൾക്കത്രയും. കോളേജിന്റെ ഗേറ്റിനരികിൽ ഇനി സിനാനെ കാത്തു നിൽക്കേണ്ടതില്ല. നാളത്തെ ഡ്രസ് കോഡ് ഏതാണെന്ന് ചോദിച്ച് അഭയ് വിളിക്കില്ല. ബസ് സ്റ്റാൻഡിൽ ജുനിയും മുനിയും കാത്തു നിൽക്കുന്നുണ്ടാകുമെന്ന ആഹ്ലാദത്തോടെ എഴുന്നേറ്റ് ഓടിപ്പോവേണ്ടതുമില്ല. ശുക്രിയയുടെ കണ്ടക്ടറോടും കാർത്തികയുടെ ക്ലീനറോടും കശപിശ കൂടി രസിക്കാൻ ദൈവമേ, ഞങ്ങൾക്കിനിയൊരു കോളേജ് ജീവിതമില്ലല്ലോ. വേർപാട് വേദനയാണ്. മാർച്ചിന്റെ കൽപ്പനയ്ക്ക് വഴങ്ങി പിരിഞ്ഞു പോയാൽ പിന്നെ ഒരു ഡീആക്ടിവേഷൻ ഇല്ല. ഒരു ഫേക്ക് ഐഡിയും ഇവിടെ ജയിക്കില്ല. ഫേസ്ബുക്കിനെ പറ്റിച്ച പോലെ കാലത്തെ പറ്റിക്കാനാവില്ലല്ലോ എന്നതാണ് മനസ്സിന്റെ ദുഃഖം. ഒരു പാസ്വേഡ് പോലും ഇല്ലാതെയാണ് ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് സൈനപ്പ് ചെയ്തത്. ഒരു അനുവാദം പോലും വാങ്ങാതെയാണ് ഞാൻ നിന്റെ നെഞ്ചിൽ സ്നേഹത്തിന്റെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത്. കമന്റ് അടിക്കുമ്പോഴൊക്കെ നിനക്കെന്നോട് 1000 ലൈക്കായിരുന്നല്ലോ അല്ലേ? ഓർമ്മകൾക്ക് വൈറസ് പിടിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെന്നും ഏറ്റുവാങ്ങാമീ മൗനം, യാത്രയാവാൻ നിൽക്കും നിൻ കണ്ണുനീർ മുത്തും. ഇനി ഈ വഴി നീ വരില്ല.
ഇനി പുതിയ അപ്ഡേഷന് കാത്തിരിക്കേണ്ടതുമില്ല. ഒരു റിഫ്രഷിനും ശരിയാക്കാനാവാത്ത വിധം പ്രോബ്ലമാണ് നമ്മുടെ നെറ്റ്വർക്ക് ഇപ്പോൾ. ഞാൻ ഷെയർ ചെയ്തെടുത്ത സ്നേഹം, നീ ടാഗ് ചെയ്തു തന്ന ഇഷ്ടം എല്ലാം ഓർമ്മയുടെ പബ്ലിക് വാളിലുണ്ട്. ഓർമ്മ എന്തുമാത്രം പവിത്രമായ പദമാണത്. ആ ഓർമ്മകൾക്കരികിലിരുന്ന് ഞാൻ നിന്നെ ഓർക്കും. അല്ലെങ്കിലും എനിക്ക് നിന്നെ മറക്കാനാവില്ലല്ലോ. ഓരോർമ്മയായി മാഞ്ഞു പോവതെന്നു നിൻ രൂപം. ക്യാമ്പസിലേക്ക് സൈനപ്പ് ചെയ്തപ്പോഴൊക്കെ ഞാൻ ആദ്യം തേടിയിരുന്ന മുഖം നിന്റേതായിരുന്നു. ക്ലാസ് മുറിയിലെ ഒരു മൂലയിലെന്ന പോലെ ഇൻബോക്സിനുള്ളിൽ നിന്റെ വാചകം കണ്ടില്ലെങ്കിൽ, ഓൺലൈനിൽ നിന്റെ മുഖം തെളിഞ്ഞില്ലെങ്കിൽ ഞാൻ കരഞ്ഞു പോകും. ഒരു ഹായ് പോലും പറയാതെ നീ മാറി നിൽക്കുമ്പോഴൊക്കെ മഴയെ തേടുന്ന വേഴാമ്പലിനെ പോലെ ഞാൻ നിനക്കായി കാത്തിരുന്നു. പിരിഞ്ഞു പോകുമ്പോൾ മനസ്സ് ദുഃഖത്തിന്റെ ഗസൽ മൂടുന്നു. ഇനി നമ്മൾ കാണുന്നു. ജൂൺ മാസത്തിലെ ആ പുലരി, അന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അറിവിന്റെ ആദ്യ അക്ഷരം തൊട്ട ആ ദിവസം ഇന്നും ഞാൻ ഓർക്കുന്നു. മഴ പെയ്തു, വെയിലെത്ര വന്നു. ദൈവമേ, കാലം എത്ര പെട്ടെന്നാണ് കൺമുന്നിലൂടെ കഥ പറഞ്ഞ് കടന്നു പോകുന്നത്. ജൂണിൽ നിന്ന് മാർച്ചിലേക്കുള്ള ദൂരം അത്രയൊന്നും അകലെയല്ലെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. തുടക്കത്തിന്റെ തൊട്ടടുത്താണ് ഒടുക്കവും. കൂടിച്ചേരലിന്റെ അരികിൽ തന്നെയുണ്ട് വേർപാടിന്റെ കായലോരവും. അസ്തമിക്കാൻ വേണ്ടിയാണ് ഓരോ സൂര്യനും ഉദിക്കുന്നത്. ഇന്നിന്റെ അസ്തമയത്തിലല്ല, നാളെയുടെ പുലരിയിലാണ് എന്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോഴും അസ്തമയം പകർന്നു നൽകുന്ന വിരഹത്തെ മായ്ക്കാൻ ആർക്കാണ് കഴിയുക? ജയേഷും സന്ദീപും ഇനി ഓൺലൈനിലുണ്ടാകുമോ? നൗഷാദും മിർഷാനും ഇനി എന്നെ മൈൻഡാക്കുമോ? പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ സങ്കടപ്പെടുമ്പോൾ എന്താടാ ഇങ്ങനെ, ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞ് പുറത്തു തട്ടി ആശ്വസിപ്പിച്ചിരുന്ന സിദ്ദിഖ് ഇനി ഒരു ദുഃഖം വരുമ്പോൾ എന്നരികിൽ വരുമോ? ഇഷ്ടപ്പെട്ടവടെ നഷ്ടപ്പെട്ടതോർത്ത് പൊട്ടിക്കരഞ്ഞപ്പോൾ സാരോലടാ എന്ന് പറഞ്ഞ് കൂടെ കരഞ്ഞ സുധീഷിനെ ഇനി എവിടെ വെച്ചായിരിക്കും കാണുക? കഥയും കവിതയും എഴുതാൻ പുതിയ ക്യാമ്പിലേക്ക് പോകുമ്പോൾ വായനാനുഭവം പങ്കുവച്ച് കൂടെ വരാൻ ഇനി റഫീഖ് ഉണ്ടാവില്ല. ജീവിതത്തിന്റെ അരി തേടി അവൻ വിമാനം കയറും. പാഠപുസ്തകത്തിൽ മയിൽ പീലി വെച്ചുകൊണ്ട് പീലി പെറ്റുകൂട്ടുമെന്ന് നീ പറ. 5ബിയിലെ ബഷീറും 6എയിലെ ശരത്തും 7സിയിലെ രമ്യയും ഇപ്പോൾ എവിടെയായിരിക്കും? പ്ലസ് ടുവിന് കൂടെയുണ്ടായിരുന്ന അജ്മലിന് ഇടയ്ക്കിടെ ഓൺലൈനിൽ കാണും. അജു സുഖല്ലേടാന്ന് ചോദിക്കുമ്പോൾ എന്ന റിപ്ലൈ നൽകി അവൻ പോകും. തിരക്കിന്റെ ലോകത്ത് അല്ലെങ്കിലും എന്ത് ബന്ധം? മരിച്ചാലും മറക്കില്ലെന്ന് എന്റെ ഓട്ടോഗ്രാഫിൽ അവർ എഴുതി വെച്ച വാചകങ്ങൾ ഇപ്പോഴുമുണ്ട്. ഷാൻ, നമ്മുടെ സ്നേഹവും അങ്ങനെ തന്നെ ആയിരിക്കുമോടാ? അല്ലെങ്കിലും മറക്കാതിരിക്കാൻ വേണ്ടിയല്ലല്ലോ ഓർക്കാമെന്ന് പറയുന്നു. നമ്മളെത്ര തിന്നു ഉപ്പു കൂട്ടി പച്ച മാങ്ങ, നമ്മളെത്ര തിന്നു. ഞാൻ ഇന്നലെയും നിന്നെ സ്വപ്നം കണ്ടു. നോട്ട്ബുക്കിൽ നിന്ന് കടലാസ് കീറി സരിതയുടെ തലയിലേക്ക് റോക്കറ്റ് വിട്ടതിന് വിനുമാഷന്റെ ബെഞ്ചിൽ കയറ്റി നിർത്തിയത് നീ ഓർക്കുന്നില്ലേ? അന്ന് അനിത ടീച്ചറുടെ സാരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീയും ഞാനും അമലും ഒന്നായിരുന്നു. വേണുമാഷിന്റെ ചോറുളുപ്പിച്ചതും ദിവ്യയുടെ പൊതിച്ചോറ് കട്ടുതിന്നതും നമ്മൾ ഒന്നിച്ചായിരുന്നു. ബസ് തടയാനും ക്ലീനറെ തല്ലാനും എന്നും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു.
ഇന്ന് നീ നിന്റെ അമേരിക്കയിലെ കൂട്ടുകാരനോട് ചാറ്റുമ്പോൾ ഞാനിവിടെ ലൈനിൽ പുതിയ ഇരയെ തേടുന്നു. എടാ, നമ്മൾ തോണ്ടിവിടാറുള്ള ആ കണ്ടക്ടർ ഇപ്പോൾ പോലീസായി മാറി. അന്ന് നമ്മൾ 40 വട്ടം ഗ്രൗണ്ടിൽ ഓടിച്ച് റാഗ് ചെയ്ത സനീഷ് വലിയ നേതാവാണ്. കണ്ടക്ടർ ചിലപ്പോൾ SI ആവും. തലവരിയിൽ ഭാഗ്യം മാത്രമുള്ള സനീഷ് MLAയോ പഞ്ചായത്ത് പ്രസിഡന്റോ ആകും. അപ്പോൾ നമ്മൾ അവരെ സാറെന്ന് വിളിക്കും. എഹേ, എന്റെ പാർട്ടി സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. നിന്റെ തത്വം ശരിയാണെന്ന് നീയും. ആണിയടിച്ചു വെച്ച മരക്കഷ്ണം ഇപ്പോഴും ക്യാമ്പസിന്റെ ഇടനാഴിയിലുണ്ട്. ആഞ്ഞെടുത്ത് വീശിയിട്ട് പാതി വഴിയിൽ വെച്ച് നീ എന്തിനാടാ അത് പിൻവലിച്ചത്? ഷൂ എന്ന ശബ്ദത്തിനും തരിച്ചുപോയ എന്റെ മേനിക്കുമരികിൽ നീ ഒളിപ്പിച്ചു വെച്ചത് സ്നേഹം മാത്രമായിരുന്നുവെന്നറിയുമ്പോഴാണ് എനിക്ക് നിന്നെ പിരിയാൻ കഴിയാത്തത്. സൗരഭം നിറമിഴും സൗഹൃദം. ലോഗൌട്ടിന് സമയമാകുന്നു. കാലത്തിന്റെ ബാറ്ററി ലോ ആവുകയാണ്. പച്ചവെളിച്ചം മായുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, ജീവിതത്തിന്റെ ടൈം ലൈനിൽ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായി നീ ഉണ്ടാകും. സത്യം, ലൈക്കടിച്ച് മതി വന്നിട്ടില്ലടാ. സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട ഓരോ അക്കൗണ്ടും കറുത്ത ഒരു ലോകമാണ്. നിന്റെ ലൈക്കും കമന്റുമില്ലാത്ത ആ ലോകത്ത് ഞാൻ ഒറ്റക്കായിരിക്കും. ഒന്നും മിണ്ടാതെ നേർത്ത വിങ്ങലോടെ ഒറ്റക്കൊരു മുറിയിൽ ഞാനിരുന്ന് കരയുന്നത് നിന്നെ ഓർത്താണ്. ഓഫ്ലൈൻ ഒരു നിശബ്ദ നിലവിളിയാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. മരത്തിൽ ചെക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ. മോഹമുള്ളു കൊണ്ടു നെഞ്ചിൽ ഏറ്റമുറിപ്പാടിനുള്ളിൽ നൊമ്പരങ്ങൾ മാത്രം നീക്കിവച്ചതാരോ. ബെഞ്ചിനും ഡെസ്കിനും വിട, വീട് പോലെ സ്വന്തമായിരുന്ന ക്ലാസ് മുറിക്കും വിട. എല്ലാ സ്നേഹത്തിനോടും ഞാൻ സലാം ചൊല്ലുന്നു. കുസൃതിയും കുരുത്തക്കേടും നിറഞ്ഞു പോയത് എന്റെ തെറ്റല്ലായിരിക്കാം. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നു, നാണുമാഷും നാരായണൻ മാഷും എന്നോട് പൊറുക്കട്ടെ. ഓരോ പീരിയഡിലും ഒച്ചവെച്ചത് അനുസരണക്കേടാണെന്ന് തിരിച്ചറിയാത്ത ബാല്യത്തിനോർത്ത് ഞാൻ പശ്ചാത്താപത്തിന്റെ സ്റ്റാറ്റസ് ഇടുന്നു. കുന്നോളം കുളിരുതെന്ന് തലോടാനെത്തുന്ന കാറ്റിന് പോലും അസഹനീയതയുടെ താളമാണിവിടെ. പുലരിക്കും സന്ധ്യക്കും പറയാനുള്ളത് കണ്ണീരിന്റെ കഥ മാത്രം. ലൈബ്രറി ഹാളിലും ലാബിന്റെ ഉള്ളിലും ഇനിയുണ്ടാവില്ല ഞാനിനിയും ക്രിക്കറ്റ് കളിക്കും. നല്ല കരുത്തോടെ വോളി ഗ്രൗണ്ടിൽ 4 നല്ല അടിയടിക്കും. പക്ഷെ എന്റെ സഹകളിക്കാരനാവാൻ നീയുണ്ടാവില്ലെന്ന സത്യം എന്നെ കരയിപ്പിക്കുകയാണടാ. എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി സ്വയം നീറുമ്പോഴും എന്റെ അപ്പുറത്തെ ബെഞ്ചിൽ നീയുണ്ടായിരുന്നുവെന്നത് വലിയ കരുത്തായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ ദുഃഖവും പങ്കുവച്ചത് നിന്നോട് മാത്രമായിരുന്നു. സ്വാന്തനത്തിന്റെ ആ കൈകൾ ഒരു തലോടലിനും അപ്പുറത്തേക്ക് അകന്നു പോകുമ്പോൾ എനിക്കെന്റെ ഹൃദയം തന്നെയാണടാ ഇല്ലാതാവുന്നത്. പറഞ്ഞില്ല എങ്കിലും എന്തേ അരികിൽ നീ വന്നില്ല. ഞാൻ ക്യാപ്റ്റനായ ടീമിൽ നിന്ന് നിന്നെ റിസർവിലേക്ക് മാറ്റിയിരുത്തി. ഞാൻ എഡിറ്ററായ മാഗസിനിൽ നിന്ന് നിന്റെ കവിത വലിച്ചെറിഞ്ഞു. എന്നിട്ടും എന്നെ സ്നേഹിച്ച കൂട്ടുകാരാ, സോറി ട്ടോ. നിന്റെ സ്നേഹത്തിന് പകരം നൽകാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലടാ. അമിത്തിന്റെ പൊതിച്ചോറിന് വട്ടമിരുന്ന് വാരി തിന്നുമ്പോൾ വയറായിരുന്നില്ല, മനസ്സായിരുന്നു നിറഞ്ഞത്. ക്യാൻറ്റീനിൽ പോയി മത്തിക്കറിയും കപ്പയും കഴിക്കുമ്പോൾ വില കൊടുത്താൽ കിട്ടാത്ത ആഹ്ലാദമായിരുന്നു രുചിച്ചറിഞ്ഞത്. കോളേജിന്റെ മുറ്റത്ത് വെച്ച് വാഹനത്തെ വട്ടം കറക്കുമ്പോൾ നാരായണൻ കാർത്തികേയനാവാനല്ല, 4 ആളുടെ കണ്ണിലൊരു നായകനാവാനായിരുന്നു കൊതിച്ചത്. ഓരോ കവിതയിലും അവൾ നായികയാകുമ്പോൾ കൂട്ടുകാർ സമ്മാനിച്ച കളിയാക്കലിലായിരുന്നു പ്രണയമില്ലാത്ത ഞാൻ പ്രണയത്തിന്റെ ലഹരി അറിഞ്ഞത്.
ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുമ്പോഴൊക്കെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നിരുന്ന അമ്മുവും നിഖിലയും ക്യാമ്പസിൽ ഞാൻ കണ്ട കനിവിൻ്റെ മുഖങ്ങളായിരുന്നു. ഒന്നും അനുസരിക്കാതിരിക്കുമ്പോഴും എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട ശ്രീലത ടീച്ചറെ ഞാൻ എങ്ങനെ മറക്കും? വീരേന്ദ്ര സെവാഗിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് അന്ധമായി വാചാലമാകുമ്പോൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാനായി എന്നും പ്രതിപക്ഷമായി നിന്ന പ്രദീപും അനൂപും ഇനി ഒരു തർക്കത്തിന് നിൽക്കാനുണ്ടാവില്ല. ടൂർ പോയ നേരത്ത് പളനിയിലെ പച്ചക്കറി ചന്തയിൽ ഉന്തുവണ്ടി തള്ളിവിട്ടപ്പോൾ തമിഴിൻ്റെ തെറികേട്ട രംഗം നീ ഓർക്കുന്നില്ലേ? പ്രണയം സമയം കൊല്ലുമെന്ന് പറയുമ്പോഴും കമൻ്റടിക്കാൻ വേണ്ടി മാത്രം ഗേറ്റിനരികിൽ പോയിരുന്ന ആ ഉച്ചനേരങ്ങൾ നിനക്ക് മറക്കാൻ കഴിയുമോടാ? ഇനി എന്നാടാ നമ്മൾ മൂന്നാറിലേക്ക് പ്രകൃതിയുടെ കുളിരറിയാൻ പോകുന്നത്? അമിത വേഗതയിൽ ബൈക്കോട്ടി നമുക്കിനിയും മടിക്കേരിയിലേക്ക് ടൂർ പോകേണ്ടേ? മനസ്സിന്റെ ഫോൾഡർ നിറയെ നിന്റെ മുഖമാണ്. ഒന്നും പറയാനില്ലാതിരിക്കുമ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്നേഹമെന്ന വാക്കിന് ഞാൻ നൽകിയ ഫയൽ നെയിം നിന്റെ പേരായിരുന്നു. മറന്നുപോവില്ലെന്നത് ഹൃദയത്തിന്റെ ഉറപ്പ്. ഫ്രണ്ട്ഷിപ്പിൽ പുതിയ അപ്ഡേഷനുകൾ ഉണ്ടാവും. പക്ഷെ നീ മാത്രം ടോപ്പ് 10-ൽ അങ്ങനെ തിളങ്ങി നിൽക്കും. കാലത്തിന്റെ പഴക്കത്തിന് മുന്നിൽ മറവിയുടെ വൈറസ് വന്ന പാസ്വേഡ് മായ്ച്ചു കളഞ്ഞാലും നിന്റെ ചിത്രം മാത്രം മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ലടാ. ഞാൻ നിന്റെ മുഖം എൻ്റെ ഹൃദയത്തിലാണ് ടാഗ് ചെയ്തു വച്ചിട്ടുള്ളത്. ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ ആ നല്ല സ്നേഹത്തിന് ഞാൻ എന്നും ലേക്കടിച്ചുകൊണ്ടിരിക്കും. നാളെ നീ വലിയ ആളാവും. നിന്റെ സരസമായ ആ സംസാരം കേൾക്കാൻ ഞാൻ ഡയൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അപ്പുറത്ത് നിന്ന് ആരോ നിനക്ക് വേണ്ടി പറയും, താങ്കൾ ക്യൂവിലാണ്, ദയവായി കാത്തിരിക്കൂ. എടാ, ഒരു മടുപ്പില്ലാതെ ഞാൻ അന്നേരം നിനക്ക് വേണ്ടി കാത്തിരിക്കും. പുതിയ വിവരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പഴയ കഥകൾ ഓർമ്മിച്ച് ചിരിക്കാൻ വേണ്ടി കൂടി. അവസാന പേജിൽ എഴുതുന്ന എന്നെ അവസാനം വരെ ഓർക്കണമെന്ന നിന്റെ ഓട്ടോഗ്രാഫ് വാചകം ഞാൻ ഇന്നലെ കീറിക്കളഞ്ഞു. എന്തിനാടാ അങ്ങനെ എഴുതി വെച്ചത്? നിന്നെ മറക്കാൻ എനിക്ക് കഴിയൂ? നീ എൻ്റെ ഹൃദയം തന്നെയല്ലേടാ. എത്ര സന്ധ്യകൾ, എത്ര പുലരികൾ, നീലപ്പേന്റിന് വെള്ളക്കുപ്പായമിട്ട് സ്കൂളിലേക്ക് പോയ നാളുകൾ, പിന്നെ പുതിയ അറിവുകൾ തേടി ഓരോ നാട്ടിലും ഓരോ ക്യാമ്പസ്. അറിവ് വെച്ച നാൾ മുതൽ ബാഗും പുസ്തകവും മാത്രമായിരുന്നു കൂട്ട്. പക്ഷെ നാളെ ഈ സൂര്യൻ കടലിലമർന്നാൽ ഞാൻ പുതിയൊരാളാണ്. കറുത്ത ബോർഡും കനം കുറഞ്ഞ ഡസ്റ്ററുമില്ലാതെ ജീവിതഭാരം നിറഞ്ഞൊരു ലോകമാണ് മാടി വിളിക്കുന്നുള്ളത്. മനസ്സിപ്പോൾ ദുഃഖത്തെ കടം വാങ്ങുന്നു. ഞാനിനി കുസൃത നിറഞ്ഞ വിദ്യാർത്ഥിയല്ല, എന്തൊക്കെയോ ഉത്തരവാദിത്തമുള്ള ആളാണ്. ഓർമ്മകൾ മാത്രം ബാക്കിയാകുമ്പോൾ ഇനി ഞാൻ പറയും, അത് ഞാൻ പഠിച്ച കോളേജായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി പ്രണയിച്ചതും രാഷ്ട്രീയക്കാരന്റെ കുപ്പായമിട്ടതും. എന്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നുമെന്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം. ഷേക്സ്പിയറിന്റെയും ഷെല്ലിയുടെയും വരികളിലൂടെ ജോസ് സാർ കടന്നു പോകുമ്പോൾ മനസ്സിൽ ഹൃതിക് റോഷനും ഷഹീദ് അഫ്രീഡിയും എഴുതുറക്കും. സൈന്ധവ നാഗരികതയുടെയും ആര്യാധിനിവേശത്തിന്റെയും കഥകളിലൂടെ രാജേന്ദ്ര സാർ നീങ്ങുമ്പോൾ 4ാം പീരീഡിന്റെ ക്ഷീണം നിദ്രയുടെ മടിത്തട്ടിലേക്ക് ചെന്നുകൊണ്ടെത്തിച്ചിരിക്കും. ഒടുവിൽ ചോക്ക് കഷ്ണം വന്ന തലയിൽ വീഴുമ്പോഴായിരിക്കും സ്വപ്നങ്ങളോട് വിട പറയുക. എന്റെ വീട് പോലെ കരുതിയ കോളേജിന് ഞാൻ ഇന്ന് അന്യനാവുകയാണ്. കലണ്ടർ മാഞ്ഞു പോകുമ്പോഴൊക്കെ ക്യാമ്പസിന് പുതിയ അവകാശികൾ വരും. ബെഞ്ചിലും ഡെസ്കിലും ഞാൻ എഴുതി വെച്ച പേരുകൾ മായ്ച്ച് അവർ പുതിയ പേരുകൾ എഴുതി നടക്കും. അത് കാണുമ്പോൾ എന്താടാ കാണിച്ചത് എന്ന് ചോദിച്ച് പേടിപ്പിക്കാൻ ഇനി എനിക്ക് അവകാശമില്ല.
പുതുമുഖങ്ങളെ കണ്ണുരുട്ടി പേടിപ്പിച്ചതും കവിത ചൊല്ലി കഥയെഴുതി താരമായതുമെല്ലാം ഓർമ്മകൾ മാത്രം. ഒരു സ്വപ്നലോകമല്ലാതെ മറ്റെന്താണ് ക്യാമ്പസ്? പത്രത്തിൽ അടിച്ചു വരുന്ന കവിത വായിച്ച് അഭിനന്ദിക്കാനും എന്നും കവിതയിൽ നിറയാറുള്ള ആ പെൺകുട്ടി ആരാണെന്ന് ചോദിക്കാനും ഇനി മാളവികയും ഗായത്രിയും എന്നെ തേടി വരില്ല. കാരണം അവർക്കറിയാം, കാലത്തിന്റെ കൽപ്പനയോട് തോറ്റ് ഞാനും മടങ്ങിയെന്ന്. ഇനി അതുവഴി പോയാൽ വിനുസാറിന് എന്നെ ഓർമ്മയുണ്ടാകുമോ? ഓർമ്മയുടെ ബ്ലൂടൂത്തിന് വൈറസ് പിടിക്കുമ്പോൾ ഞാൻ പിന്നെ എന്തിനെയാണ് റീഫ്രഷ് ചെയ്യേണ്ടത്? ക്രിക്കറ്റ് കളിയിൽ ഒരു ദിവസം പോക്കറ്റ് റേഡിയോയുമായി വന്ന് ക്ലാസ്സിൽ വെച്ച് കമന്ററി കേട്ടതും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന സൗരവ് ഗാംഗുലി പൂജ്യത്തിന് പുറത്തായപ്പോൾ വന്നു പോയതറിഞ്ഞില്ല എന്ന് പാടി എന്നെ പരിഹസിച്ച ചന്ദ്രനും ചന്ദ്രമോഹനനും ഇനി എന്നോടൊപ്പം കമന്ററി കേൾക്കാൻ വരില്ല. മനം മയക്കുന്ന ചിരിയോടെ വശീകരിക്കുന്ന മൊഴിയോടെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ ദാ വരുന്നു എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾ ഓടിപ്പോകേണ്ടതില്ല. കാരണം എൻ്റെ കയ്യിലുള്ള പുസ്തകം സംഭാവനയുടെ റെസിപ്റ്റല്ല, വിരഹത്തിന്റെ കണ്ണീരിൽ കുത്തുന്ന ഓട്ടോഗ്രാഫാണത്. സ്പോർട്സ് മീറ്റിന് ട്രാക്ക് വരയ്ക്കാൻ എന്നെയും ജാബുവിനെയും തേടി 10ാം നമ്പർ റൂമിലേക്ക് ഇനി പ്രഭാകരൻ സാറ് വരില്ല. അയാൾക്കറിയാം കോഴ്സ് കഴിഞ്ഞു പോയവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നെന്ന്. നാടോടി നൃത്തത്തിന്റെ ചുവട് പിഴക്കുമ്പോൾ എടാ അങ്ങനെയല്ലടാ ഇങ്ങനെ എന്ന് പിന്നെയും പിന്നെയും പറഞ്ഞ് പിന്നെയും തെറ്റുമ്പോൾ എടാ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് സങ്കടപ്പെടാറുള്ള സഞ്ജുവിന്റെ നിഷ്കളങ്കമായ സ്വരം ഇനി കേൾക്കുമോ? ക്രിക്കറ്റ് കളിക്കിടയിൽ വെയിലേറ്റ് തളർന്നു വീണപ്പോൾ തൊപ്പിയൂരിത്തന്ന് തലയിൽ വെച്ച് കൈപിടിച്ച് ഗാലറിയിൽ കൊണ്ടുപോയിരുത്തിയ ഹാരിസിനെയും ബസ്സിറങ്ങി മഴ നനഞ്ഞോടുമ്പോൾ നനയല്ലടാന്ന് പറഞ്ഞു കൂടെ തന്ന നന്ദുവിനെയും സിന്ധുവിനെയും ഇനി കണ്ടു എന്ന് വരില്ല. ക്ലാസ് കട്ട് ചെയ്ത സുബിയോടും റഷ്യയോടും സുനിയോടുമൊപ്പം മാവിൻ തണലിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ എങ്ങനെയൊക്കെ ആയാൽ മതിയോടാ ജയിക്കണ്ടേ എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ നിറമുള്ള കണ്ണുരുട്ടുന്ന സതീഷ് മാസ്റ്റർ ഇനി ഞങ്ങൾ അങ്ങനെ കണ്ട ഒന്നും പറയില്ല, പറയേണ്ടതുമില്ല. കോളേജ് ഡേയുടെ ആരവങ്ങൾക്കിടയിൽ എക്കോസിസ്റ്റം സൗണ്ടുള്ള മൈക്കിലൂടെ രവി സാർ ഇനി എന്റെ പേര് നീട്ടി വിളിക്കില്ല. ക്യാമ്പസിന്റെ ഓരോ മൺതരിയും ആനന്ദ നൃത്തമാടുന്ന ആ വേളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ വെറും കാഴ്ചക്കാരൻ മാത്രമായി ഞാനുണ്ടാവും അന്നേരം. ചിലപ്പോൾ മഞ്ഞുമാസക്കുളിരുമായി ഹേമന്തം പിന്നെയും വരും, കുറിഞ്ഞിപ്പൂക്കളുടെ സുഗന്ധവുമായി വസന്തവും വരും. പ്രകൃതിയെ മനോഹരിയാക്കുവാൻ വർഷവും ഗ്രീഷ്മവും മാറി മാറി വരും. പക്ഷെ കൊഴിഞ്ഞുപോയ നമ്മുടെ സുന്ദര നിമിഷങ്ങൾ മാത്രം ഇനി ഒരിക്കലും നമ്മെ തേടി വരില്ല. അതുപോലെ ഈ ജന്മത്തിൽ ഇനി നമ്മൾ കണ്ടു സംസാരിച്ചു എന്ന് വരില്ല. നിന്നനുരാഗദീപമണഞ്ഞാൽ തുടരുവാനാകുമോ ഈ യാത്ര? പോകരുതേ നീ അകലരുതേ, എന്നെ തനിച്ചാക്കി അകലരുതേ. കൂട്ടുകാർ ഒരു പുഴ പോലെയാണ്, ഇവിടെ നിന്നോ വരുന്നു, പിന്നെ ഒന്നിച്ചൊഴുകുന്നു, ഒടുവിൽ ഇരുവഴികളായി പിരിയുന്നു. അതിനിടയിലാണ് നമ്മൾ ഒന്നിച്ച് കരഞ്ഞതും ഒന്നിച്ച് പാടിയതും പരസ്പരം കഥ പറഞ്ഞതും. അപൂർവമായി മാത്രം പുഴക്ക് ചൂടുപിടിക്കും, മറ്റെല്ലാ നേരത്തും അതിന് മഞ്ഞുതുള്ളിയുടെ കുളിരായിരിക്കും. കൂട്ടുകാരും അങ്ങനെ തന്നെയാണല്ലോ. അവസാനം കടലിലേക്ക് ഒരേ തിരമാലയായി ഒരേ രാഗമാവാൻ നമുക്കൊഴുകാൻ കഴിയുമോ? നീയില്ലാത്ത ക്യാമ്പസ് സച്ചിനില്ലാത്ത ക്രിക്കറ്റ് പോലെയാണെന്ന് +2 ഓട്ടോഗ്രാഫിൽ വിനുസാർ കുറിച്ചിരുന്നു. സച്ചിന് പകരം 1000 വിരാട് കോഹ്ലിമാർ വരുമെന്ന് തിരിച്ചറിയാത്ത ഞാൻ വിനുസാറിന്റെ നല്ല വാക്കുകളെ ഹൃദയത്തിൽ ചില്ലിട്ട് സൂക്ഷിച്ചു. സെന്റ് ഓഫ് ദിവസം നീ ഏത് കുപ്പായമാണ് അണിയുന്നത്? ചെത്തി വരണം, ഇന്ന് നമ്മൾക്ക് ഇതുപോലൊരു കൂടിച്ചേരലില്ലല്ലോ. ക്ലോസിംഗ് സെറമണിയിൽ ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത്? ഇല്ലടാ, എന്നെ കൊണ്ടാവില്ല. എൻ്റെ തൊണ്ടയിടറും, എൻ്റെ കണ്ണു നിറയും. നമ്മൾ പിരിയുന്നുവെന്ന സത്യത്തെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തീർക്കേണ്ടത്?
എക്സാം കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്തേക്ക് പോകും. ഹയർ സ്റ്റഡീസിനോടൊപ്പം പാർട്ട് ടൈമായി എന്തെങ്കിലും ജോലി നോക്കണം. എന്താണ് നിന്റെ പ്ലാൻ? ഇനി മാർക്ക് ലിസ്റ്റിന് വരുമ്പോൾ കാണും. അന്നും നീ നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലായിരിക്കും അല്ലേ? പിന്നെ എവിടെ വെച്ച്, എപ്പോൾ? ജീവിത തിരക്കിനിടയിൽ ചിലപ്പോൾ ഇനി കണ്ടു എന്ന് തന്നെ വരില്ല. അതുകൊണ്ട് പറഞ്ഞോട്ടെ, മറക്കരുത് ഒരിക്കലും. കാലം എത്ര കഴിഞ്ഞാലും ലോകം എത്ര മാറിയാലും മനസ്സിലുണ്ടാവണം. 10 നമ്പറിനപ്പുറം ഞാനുണ്ടാവും. ഒരു മിസ് കോളിലൂടെയെങ്കിലും ഓർമ്മ പുതുക്കണം. ഞാൻ വെറുതെ ആശിച്ചു പോകുന്നു. ഋതുക്കൾ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ആ 1ാം ക്ലാസ്സിലെത്തിയിരുന്നെങ്കിൽ, പഴയ കുഞ്ഞുമോനായിട്ട് ആ ക്ലാസ് മുറിയിലേക്ക് വീണ്ടും നടന്നു പോവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാലമേ, നിന്റെ മുന്നിൽ മാത്രം ഞാൻ തോൽക്കുന്നു. കൂട്ടുകാരാ, ഇനി നമ്മൾ ഇന്ന് കാണും. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം.